ഈ കുമ്പളങ്ങ ഏതാണെന്നറിയോ? ഓർത്തു നോക്കിയേ. ഓർമ്മയില്ലാത്തവർക്ക് പറഞ്ഞു തരാം. അതെ, മാർച്ച് മാസത്തിൽ വിളവെടുത്ത് അതേ കുമ്പളങ്ങ തന്നെ. കുറേ നാളായിട്ട് കട്ടിലിൻ്റെ അടിയിൽ ഇങ്ങനെ കാത്തിരിപ്പാണ്. ഓണമല്ലേ, എന്നാൽ പിന്നെ ഇന്നത്തേക്ക് അതിൻ്റെ കാത്തിരിപ്പ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. വെള്ളക്കുമ്പളം വെച്ചിട്ടുള്ള ബന്നിക്കറി, മറ്റു നാടുകളിൽ പച്ചടി എന്ന് പറയും. വെള്ളക്കുമ്പളത്തിൻ്റെ പച്ചടി. സിമ്പിളായിട്ട് കണ്ണൂർ സ്പെഷ്യൽ ബന്നിക്കറി അഥവാ പച്ചടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു തരാം. വലിയ കുമ്പളത്തിൻ്റെ ഒരു കഷ്ണം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഞാനൊരു ചട്ടിയിലാക്കി. അതിനുശേഷം ഒരു 8 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തു. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും എടുത്ത് ഞാനങ്ങ് വേവിക്കാൻ വെച്ചു. സമയം നോക്കി അതിലൊരു ചെറിയ കഷ്ണം നമ്മളെ അയൽപ്പക്കത്തുള്ള ആൻറ്റിക്ക് ഞാൻ പിള്ളേരുടെ കയ്യിൽ കൊടുത്തു വിട്ടതാണ്. 2 പേർക്കും കൂടിയിട്ട് അത് കൊണ്ടുകൊടുക്കാൻ ഭയങ്കര ഇഷ്ടം. എന്നാൽ പിന്നെ കൊണ്ടുകൊടുത്തിട്ട് വാന്നും പറഞ്ഞു. എനിക്ക് അവളെ എടുത്തുകൊണ്ട് പോകുന്ന സ്റ്റൈൽ ഭയങ്കര ഇഷ്ടമാണ്. അമ്മ പൂച്ച കുഞ്ഞിപ്പൂച്ചനെ എടുത്തു കൊണ്ടുപോകുന്ന പോലെയാണ് എപ്പോഴും അവളെ എടുത്തു കൊണ്ടുപോവുക. പക്ഷെ ഒരിക്കൽ പോലും അവളെ താഴെ ഇടാറില്ല. ഒരു വിധത്തിൽ അങ്ങനെ അവിടെ എത്തിച്ചു അവർ. ബന്നിക്കറിക്കുള്ള അരപ്പുണ്ടാക്കാം. അതിനുവേണ്ടി 1 മുറി തേങ്ങ ചിരണ്ടിയതും അതിലേക്ക് 3 കാന്താരി മുളകും തൈരും ചേർത്ത് ഞാൻ നല്ലവണ്ണം അരച്ചെടുത്തു. അതിനുശേഷം കടുക് കൂടി ഇട്ട് ഒന്നും കൂടി ഒതുക്കിയെടുത്തു. അപ്പോഴേക്കും നമ്മുടെ വെള്ളക്കുമ്പള വെന്ത് വന്നിട്ടുണ്ട്. അത് തണുത്തതിന് ശേഷം മാത്രമേ അരവ് അതിലേക്ക് ഇടാൻ പാടുള്ളൂ. ഇപ്പം നല്ലവണ്ണം തണുത്ത് വന്നതിന് ശേഷം ഞാൻ അരവും കൂടി ഇട്ട് നല്ലവണ്ണം ഇളക്കിയെടുത്തു. നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് ഇടേണ്ട കടുക് പൊട്ടിക്കാം. അതിനുവേണ്ടി ഒരു ചെറിയ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു. കടുകും പൊട്ടിച്ച് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടു. അതിനുശേഷമാണ് നമ്മുടെ മെയിൻ ഐറ്റം, അതായത് കണ്ണൂർ സ്പെഷ്യൽ ആവാൻ പോകുന്നത് ഇനിയാണ്. അതിലേക്ക് ചിരണ്ടിയ കുറച്ച് തേങ്ങയും കൂടി ഇട്ടതിന് ശേഷം നല്ലവണ്ണം അത് ബ്രൗൺ നിറമാവുന്നത് വരെ മൂപ്പിച്ചെടുത്തു. സദ്യക്ക് പച്ചടിയും കൂടി ഇല്ലെങ്കിൽ എന്താ അവസ്ഥ? ഇപ്രാവശ്യത്തെ ഓണത്തിന് പച്ചടി ഈ സ്റ്റൈലിലൊന്ന് ആക്കൂ. കണ്ണൂർ സ്പെഷ്യൽ ബന്നിക്കറി അഥവാ പച്ചടി. ഇത് ആക്കുന്നതിൻ്റെ അവസാനം ഈ തേങ്ങ ഇടുന്നതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് വരിക. മൂപ്പിച്ചെടുത്ത തേങ്ങ ഇപ്പോൾ കറിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നല്ലവണ്ണം എല്ലാ വശത്തും എത്തുന്നത് പോലെ ഇളക്കി യോജിപ്പിക്കുക. ഇതാണ് കണ്ണൂരുകാരുടെ സ്പെഷ്യൽ പച്ചടി അഥവാ ബന്നിക്കറി.